നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 4 സുരേഷ് ഗോപിമാർ ജയിച്ചു കഴിഞ്ഞാൽ ശബരിമലയും ഉത്തർപ്രദേശിലെ കൻവാറിൽ നടക്കുന്ന കാവടി യാത്ര പോലെയാകുമെന്ന് കേരളത്തിൽ വൻ പ്രചാരണം അഴിച്ചുവിട്ട് കേരളത്തിൽ BJP വിരുദ്ധ ഓൺലൈൻ മാധ്യമങ്ങൾ. കാവടി ചുവലിലേറ്റി ദൂരെയുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാൽനട യാത്ര ചെയ്യുന്ന കൻവാർ യാത്രക്കാർ പോകുന്ന വഴികളിലെ കച്ചവടക്കാർ അവരുടെ പേരുകൾ വെളിപ്പെടുത്തണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉത്തരവിനെതിരെ കേരളത്തിൽ വലിയ തോതിലാണ് ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമം പത്രത്തിൽ മാത്രം കാണാൻ കഴിഞ്ഞൊരു വാർത്ത കറിയിൽ ഉള്ളി ചേർത്ത ഒരു ഹോട്ടലുടമയെ കൻവാർ യാത്രികൻ തല്ലി എന്നുള്ളതാണ്. ഈ വാർത്ത മറ്റെവിടെയും കണ്ടില്ല. ശാന്തനും ഭക്തിനിർഭരരുമായ കൻവാർ ശിവഭക്ത യാത്രികരെ കലാപകാരികളായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ 4 സുരേഷ് ഗോപിമാർ ജയിച്ചാൽ കൻവാർ യാത്ര പോലെയാണ് കേരളത്തിലെ ശബരിമല തീർത്ഥാടനവും എന്ന ഹിന്ദു വിരുദ്ധത പ്രചാരണമാണ് ഒരു വിഭാഗം കേരളത്തിൽ കെട്ടഴിച്ചുവിടുന്നത്. ഇവിടെ ഹിന്ദു വിശ്വാസങ്ങളെ, ഹിന്ദു സംസ്കാരത്തെ രാക്ഷസീയമായി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഹിന്ദുത്വത്തിന്റെ ശക്തി ആർജിച്ചാൽ ഇനി ശബരിമല തീർത്ഥാടകരും കേരളത്തിൽ മറ്റു മതക്കാരോട് അഴിഞ്ഞാടും എന്ന നിലയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ എത്രയോ വർഷമായി ശബരിമലയിലേക്ക് തീർത്ഥയാത്ര നടക്കുന്നു. കല്ലും മുള്ളും കാലിന് മെത്തയാക്കി കെട്ടും നിറച്ചു പോകുന്ന ശബരിമല ഭക്തർ ഒരിക്കൽ കേരളത്തിൽ അനുഭവിച്ചത് എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതു മലയാളിക്കും അറിയാം. പോലീസ് ലാത്തിയേറ്റും DYFI ഗുണ്ടകളുടെ തല്ലുകൊണ്ടും ചിതറിയോടിയ ഭക്തർ. ആ ഭക്തരെയാണ് ഭീകരന്മാരായി സമൂഹ മാധ്യമങ്ങളിലൂടെ മോദി വിരുദ്ധ BJP വിരുദ്ധ ഹിന്ദുത്വ വിരുദ്ധ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ശബരിമല യാത്ര പോലെ ഭക്തിസാന്ദ്രമായ സാധാരണക്കാരുടെ തീർത്ഥയാത്രയാണ് കൻവാർ യാത്രയും. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ശിവഭക്തരുടെ തീർത്ഥാടനം, അതാണ് കൻവാർ യാത്ര. അവർ ഉത്തർപ്രദേശിലൂടെ കാൽനടയായി നടന്നു പോകുന്നുവെന്നേയുള്ളൂ. അവരുടെ ലക്ഷ്യം ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി എന്നിവിടങ്ങളിലേക്കാണ്. അതുപോലെ ഗംഗാജലം ശേഖരിക്കാൻ ബീഹാറിലെ സുൽത്താൻഗഞ്ച്, അജ്കൈ നാഥ് എന്നിവിടങ്ങളിലേക്കും ഈ ഗംഗാജലം ശേഖരിച്ച് പാത്രങ്ങൾ തോളിലേന്തി അവർ മൈലുകളോളം നടക്കും അവരുടെ പ്രാദേശിക ശിവക്ഷേത്രങ്ങളിൽ അർച്ചന ചെയ്യാൻ. ഈ തീർത്ഥാടന യാത്രക്കിടയിൽ ഇവർ ഏതെങ്കിലും ഹിന്ദു കേന്ദ്രങ്ങളിൽ നിന്നുള്ള പരിശുദ്ധ ജലവും തോളിലേന്തും. വെള്ളം നിറച്ച് അവർ തോളിലേന്തുന്ന ആ ഉപകരണത്തെ കൻവാർ എന്നാണ് പറയുന്നത്. സൗമ്യരായ ഇവരാണോ ഉള്ളിയുള്ള ആഹാരം നൽകി എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമകളെ കയ്യേറ്റം ചെയ്യുന്നത്? വിശ്വസിക്കാൻ പ്രയാസമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.